ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കൊരു ബ്ലാക്ക് കോഫി ഇന്ന് സ്റ്റാർട്ട് ചെയ്താലോ. സമയം 6:30 ആയിട്ടുള്ളൂ. എൻ്റെ സ്ഥിരം ഒരു പരിപാടിയാണ് കേട്ടോ. ഇങ്ങനെ ബ്ലാക്ക് കോഫി ഒക്കെ ഇട്ടതിന് ശേഷം മേളിൽ പോയി നിന്ന് ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കോഫി കുടിക്കുന്നത്. വിൻ്റർ സീസൺ ആണെങ്കിൽ അടിപൊളിയായിരിക്കും, നല്ല മഞ്ഞൊക്കെ കാണും. ഇപ്പോൾ നിങ്ങൾ ഉണ്ടാകും ഇത്രയും രാവിലെ ഈ പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് ഇവിടെ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രൗഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഇവൻറ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെന്നൈയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് രാവിലെ നമ്മൾ റെഡിയായി 9 മണിക്കാണ് ട്രെയിൻ. കേതൻ പതിവ് പോലെ കേതൻ്റെ ഫ്രണ്ട്സായ സ്പൈഡർമാനെയും ഒക്കെ എടുത്ത് ബാഗിലാക്കി കേതൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഹസ്ബൻഡ് ഇങ്ങനെ ഊബറൊക്കെ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിയപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത അങ്കിളും ആൻറ്റിയും കൂടെ നെല്ലിപ്പുളി പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്കിളിൻ്റെ വീട്ടിൽ ആ കുറച്ച് സ്ഥലത്ത് തന്നെ അങ്കിള് കൃഷി ചെയ്യാത്ത സാധനങ്ങളില്ല കേട്ടോ. നെല്ലിപ്പുളി, അതേപോലെ തന്നെ മുരിങ്ങ, മാതളം, പപ്പായ, വേണ്ട മുന്തിരി, എല്ലാ സാധനങ്ങളും അങ്കിൾ ഈ ഒരു ചെറിയ സ്ഥലത്ത് തന്നെ കൃഷി ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനത്തെ അങ്കിളിനെ ഒന്ന് ഹെൽപ്പൊക്കെ ചെയ്യാൻ ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോഴാണ് കേതൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടത് ഈ ഒരു ആൻറ്റി. ലീല എന്നാണ് ആൻറ്റിയുടെ പേര്. ആൻറ്റിയും കേതൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് കാണുമ്പോൾ ശരിക്കും ഞാൻ ടോം ആൻഡ് ജെറിയാണ് കേട്ടോ ഓർക്കാറുള്ളത്. ആൻറ്റി സ്ഥലത്തില്ലെങ്കിൽ കേതൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ആൻറ്റിക്കും ഭയങ്കര സങ്കടമാണ് കേട്ടോ. ആൻറ്റി എപ്പോഴും പറയാറുണ്ട് കേതൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ സ്ട്രീറ്റ് ഉറങ്ങിപ്പോയെന്നാണ് കേട്ടോ ആൻറ്റി പറയാറുള്ളത്. ആൻറ്റിയുടെ കൊച്ചുമക്കൾ അടുത്തില്ലാത്തതിൻ്റെ സങ്കടം ആൻറ്റിയും, കേതൻ്റെ അമ്മമ്മ കേതൻ്റെ അടുത്തില്ലാത്തതിൻ്റെ സങ്കടം കേതനും തീർക്കുന്നത് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്, ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഊബർ വന്നു. നമ്മുടെയൊക്കെ പേരൻസ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകാൻ ഇറങ്ങുമ്പോൾ നമ്മളെ വന്ന് യാത്ര അയക്കാൻ നിൽക്കാറില്ലേ, അതുപോലെയാണ് കേട്ടോ ആൻറ്റി. നമ്മൾ എവിടെ പോയാലും ആൻറ്റി വന്നതാ ഇതുപോലെ യാത്ര അയക്കാൻ നിൽക്കാറുണ്ട് കേട്ടോ. ബാംഗ്ലൂർ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സിറ്റി തന്നെയാണ് ബാംഗ്ലൂർ. പക്ഷേ ബാംഗ്ലൂർ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. എന്താണെന്നല്ലേ, ട്രാഫിക്. ഭയങ്കര ട്രാഫിക് ആയിരിക്കും. നമുക്ക് എവിടെയെങ്കിലും എത്തിപ്പെടണമെങ്കിൽ നമ്മൾ ഒരുപാട് ടൈം എടുക്കും. സമയം 9:07 ആയിട്ടുള്ളൂ. ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഭയങ്കര പീക്ക് സ്റ്റേജ് ആണ് കേട്ടോ. ട്രാഫിക്കിൻ്റെ ഒരു പീക്ക് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ടൈമാണ്. എല്ലാവരും ജോലിക്കും അല്ലെങ്കിൽ സ്കൂളിലും ഒക്കെ പോകുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക്കുമാണ്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇത് SMVT റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഇവിടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞിരുന്നു നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനാണെന്ന്. അവർ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു എയർപോർട്ടിലേക്കൊക്കെ എൻട്രി ചെയ്യുന്ന ഒരു ഫീലാണ് കേട്ടോ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നപ്പം. 7 വർഷമായി ഞാൻ ബാംഗ്ലൂരെങ്കിലും ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. സൈഡിലൊക്കെ ഒരുപാട് ചെടികളും ഒരുപാട് പൂക്കളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇത് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഒന്ന് കണ്ടുപോയി. നമ്മുടെ ട്രെയിനിൻ്റെ ഒരു ബോഗിയുടെ ഷേപ്പിലാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ് അവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് ചിപ്സും കുറച്ച് വെള്ളവും ഒക്കെ ആയിട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ പോവാണ്. കാരണം കേതൻ ചിലപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് ചിപ്സ് എന്തെങ്കിലുമൊക്കെ ചോദിക്കും വിശന്ന് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ കേതൻ്റെ സ്ഥിരം പരിപാടി കേതൻ്റെ ബാഗിൽ വെച്ച് കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറി. ശരിക്കും പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല ഈ ഒരു റെയിൽവേ സ്റ്റേഷനെ കുറിച്ച്. നല്ല വെൽ മെയിൻറ്റേൺഡ് ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എവിടെയും അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരുപാട് ആൾക്കാരൊക്കെ വരുന്ന റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ പോലും നല്ല അടിപൊളി നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാ കേതൻ അച്ഛൻ്റെ കയ്യിലൊക്കെ പിടിച്ച് കേതൻ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ട്രെയിൻ ഓൾറെഡി ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഈ ഒരു ട്രെയിൻ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേഷനിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് പോകുന്നത് നോർത്ത് ഈസ്റ്റിലേക്ക് പോകുന്ന ഒരു ട്രെയിനാണ് കേട്ടോ. ത്രിപുര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ഒരു ട്രെയിനാണ്. അപ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ അടുത്തെത്തി. കേതനും ഞാനും ഹസ്ബൻഡും കൂടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ട്രെയിനിൻ്റെ അകത്ത് കയറി. നമ്മളങ്ങനെ ബാഗെല്ലാം വെച്ചെല്ലാം സെറ്റായി. അപ്പോൾ ഒരു ഫാമിലിയും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തിരികെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.